ഹായ് ഓൾ, ദിസ് ഇസ് മി നിഷ നിജു. വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ അഗെയിൻ. എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഓണമൊക്കെ എടുക്കാറായല്ലേ? ഞാൻ കുറച്ച് നാളായി വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷേ അതിന് ഇടാൻ പറ്റിയ ടൈം കിട്ടിയില്ല. കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയി. അപ്പം ഞാൻ നേരത്തെ ഇട്ട വീഡിയോസിൻ്റെ കമൻറ്റ് സെക്ഷനിൽ നോക്കിയപ്പം കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും ന്യൂസിലാൻഡിൽ എങ്ങനെയൊക്കെയാണ്, സെയിം സിറ്റുവേഷൻ തന്നെയാണോ, അല്ലെങ്കിൽ വേക്കൻസി വന്നിട്ടുണ്ടോ എന്നൊക്കെ. അപ്പം അതിനൊക്കെയുള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇടാൻ വൈകിയത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ഇതുവരെയായിട്ടും ജോബൊന്നും ആയിട്ടില്ല. അപ്പം ഞാൻ ന്യൂസിലൻഡിൽ പോയതുകൊണ്ട് തന്നെ ന്യൂസിലൻഡ് രജിസ്ട്രേഷനും ഓസ്ട്രേലിയൻ രജിസ്ട്രേഷനും കിട്ടി. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് പാരലായിട്ട് ഞാൻ 2 കൺട്രീസിലും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ ഒരു ജോബ് ഓഫർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പം പുതിയ അപ്ഡേഷൻസ് ഒക്കെ കിട്ടുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പം എനിക്കിപ്പോഴും അറിയാം, കുറേ പേര് ഇതുപോലൊക്കെ ഡൗട്ട്സ് അടിച്ചിട്ട് ന്യൂസിലൻഡിലോട്ട് പോകണോ, പോയി കഴിഞ്ഞാൽ വെറുതെ പൈസ വേസ്റ്റ് ആകുമോ, അതുപോലൊക്കെ തന്നെ ക്യാപ്പിൻ്റെ റീഇംബേഴ്സ്മെൻ്റ് എല്ലാം ഓൾമോസ്റ്റ് ക്ലോസ് ആയി എന്നറിഞ്ഞു. അപ്പം നമ്മൾ ചിലവാക്കുന്ന പൈസ അതുപോലൊക്കെ തന്നെ ഒരു യൂസും ഇല്ലാതെ വെറുതെ കളയണോ, പ്രോസസ്സിങ് പകുതി ആയതേ ഉള്ളൂ, ഇനിയിപ്പോൾ കണ്ടിന്യൂ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ്, എന്നെ അറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചിരുന്നു. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് ഒരു 3 to 4 months ആയി. അപ്പം അങ്ങനെ അന്നേരമുള്ള സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോഴും. വലിയ വേക്കൻസിയിൽ വലിയ ഗണ്യമായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ ഞാൻ കുറച്ച് പേരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ, മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് ആണ്. ഇഫ് യു ആർ ഹാവിങ് എക്സ്പീരിയൻസ് ഇൻ മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദർ മേ ബി എ ചാൻസ്. ഞാൻ ഒരിക്കലും പറയുന്നില്ല നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോബ് കിട്ടുമെന്ന്. പക്ഷേ മറ്റു പല നഴ്സുമാരുമായിട്ട് കമ്പയർ ചെയ്ത് കഴിയുമ്പം, അതായത് മറ്റു ഡിപ്പാർട്ട്മെൻറ്റിലുള്ള നഴ്സുമാരെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം നിങ്ങളുടെ ആപ്ലിക്കേഷന് ഒരു സ്റ്റേജ് മുന്നിലോട്ട് പോകാനുള്ള ഒരു ചാൻസസ് കാണാറുണ്ട്. അപ്പം നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ എടുത്ത് നോക്കിയാൽ അറിയാം. അപ്പം റീസെൻ്റായിട്ട് ന്യൂസിലൻഡിൽ പോയ ഈ ലാസ്റ്റ് ഒരു 6 month ആയിട്ട് അല്ലെങ്കിൽ 1 year ആയിട്ട് ന്യൂസിലൻഡിൽ പോയിട്ട് ജോലിയില്ലാതെ മടങ്ങി വന്ന കുറേ നഴ്സുമാർ പല പല വീഡിയോസും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും അവരൊക്കെ അങ്ങനെ തുറന്നു പറയുന്നത് വളരെ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇനിയുള്ള നഴ്സുമാർക്കാണെങ്കിലും ഇനി അങ്ങോട്ട് വരാനിരിക്കുന്നവർക്ക് അതൊരു വലിയൊരു പാഠമായിരിക്കും. ഇതൊക്കെ ഞങ്ങൾ പോകുന്ന സമയത്ത് ഇതൊന്നും അറിയാതെയാണ് നമ്മളവിടെ പോയി. അപ്പം ഇനിയിപ്പോൾ പോകുന്ന നഴ്സുമാർക്ക് നമുക്ക് മെൻ്റലി ഒന്ന് ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കാൻ അത് ഒത്തിരി ബെറ്ററാണ്. സോ അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ജോബ് വേക്കൻസിയിൽ വലിയ എടുത്തു പറയത്തക്ക മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലൊക്കെ തന്നെയാണ് ഇപ്പോഴും ജോലി കിട്ടാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന കുറേ നഴ്സുമാരുണ്ട് അവിടെ. അപ്പം അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ വെല്ലിംഗ്ടണിലുള്ള ഹൈ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇന്ന് September 9, 2024 ഒരു അനൗൺസ്മെൻറ്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിലെന്താണ് മെയിനായിട്ട് പറയുന്നതെന്നാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ. അപ്പം ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പം അവരുടെ അനൗൺസ്മെൻറ്റിൽ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾക്കൊരു ജോബ് ഓഫർ കറണ്ട് സിറ്റുവേഷനിൽ കിട്ടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കിട്ടുന്ന എംപ്ലോയർ ജെനുവിൻ ആണോ, അല്ലെങ്കിൽ ആ എംപ്ലോയറുടെ ആധികാരികത എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണം. അപ്പം ഇത് ചെക്ക് ചെയ്യാനായിട്ട് ഒരു നമ്മുടെ ഹൈ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് അവരൊരു മെയിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആ മെയിലിലൂടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന എംപ്ലോയറിൻ്റെ ജെനുവിറ്റി ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ മെയിൽ ID ഞാനിവിടെ ഒന്ന് സ്ക്രീൻഷോട്ട് കൊടുത്തേക്കാം. ഇതിപ്പം ന്യൂസിലൻഡിൽ എത്തിയ നഴ്സുമാർക്ക് പല ഗ്രൂപ്പുകളിൽ നിന്നും ഈ ഇൻഫർമേഷൻ ഇന്ന് തന്നെ ലഭിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്, നാട്ടിൽ നിന്നും ഇന്ത്യയിൽ നിന്നും മറ്റ് പല കൺട്രീസിൽ നിന്നും പോകുന്ന നഴ്സുമാർക്ക് വേണ്ടിയാണ്. അവർക്കും ഈ ഒരു ഇൻഫർമേഷൻസ് ഹെൽപ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ അവർ ഈ അനൗൺസ്മെൻറ്റ് ചെയ്തതിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം എന്ന് വെച്ചാൽ, കുറേ പേരിങ്ങനെ ന്യൂസിലൻഡിൽ തന്നെ മാത്രമല്ല വേറെ പല കൺട്രീസിലും ജോബ് ഓഫറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ പൈസ കൊടുത്ത് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേന് കറക്റ്റായിട്ട് ജോലി കിട്ടുന്നില്ല. അതുപോലൊക്കെ തന്നെ ഫിസിക്കലി മെൻ്റലി ഒത്തിരി ഹറാസ്മെൻ്റ് ഒക്കെ കിട്ടുന്ന പല നഴ്സുമാരും ഉണ്ട്. ഇപ്പം റീസെൻ്റ്ലി ഞാനൊരു ന്യൂസ് ഇങ്ങനെ കേട്ടിരുന്നു. ന്യൂസിലൻഡിൽ തന്നെ ഏതൊരു നഴ്സാണെന്ന് തോന്നുന്നു, ഐ എം നോട്ട് ഷുവർ, ബട്ട് പുള്ളിക്കാരത്തി ഇതുപോലൊക്കെ കുറേ പൈസയൊക്കെ മുടക്കി അവിടെ ചെന്ന് പുള്ളിക്കാരത്തിക്ക് നേരിടേണ്ടി വന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അത് പ്രോപ്പറായിട്ടുള്ള ഒരു എംപ്ലോയറിൻ്റെ അണ്ടറിൽ പോകുമായിരുന്നു എന്നുണ്ടെങ്കിൽ അതൊരിക്കലും അങ്ങനെ ഉണ്ടാവാത്തില്ലായിരുന്നു. സോ
അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു ഓഫർ ലെറ്റർ കിട്ടുകയെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ടുള്ള ഒരു എംപ്ലോയർ ആണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുക. പിന്നെ രണ്ടാമതായിട്ട് അവർ അനൗൺസ് ചെയ്ത പോയിന്റ് എന്ന് വെച്ചാൽ ഏജൻറ്റുകാർക്ക്, അതായത് നമ്മുടെ നാട്ടിൽ നിന്നും കുറേ പൈസ വാങ്ങി അവിടെ ജോലി തരാം എന്നൊക്കെ പറഞ്ഞ് കുറേ ഏജൻസികൾ തട്ടിപ്പ് നടത്തുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഏജൻറ്റുമാർക്ക് നമ്മൾ ഒരിക്കലും പൈസ കൊടുക്കാതിരിക്കുക എന്നാണ് അവർ അനൗൺസ് ചെയ്തേക്കുന്നത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു ചെറിയ തുകയൊന്നും അല്ല അടയ്ക്കേണ്ടി വരുന്നത്. ക്യാപ് കോഴ്സിനായാലും നമ്മളിപ്പോൾ വൺസ് അവിടെ ചെന്ന് അക്കോമഡേഷൻ, ഫുഡ്, അതിൻ്റെ എല്ലാം കൂടെ പോകുമ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് അവിടെ എക്സ്പെൻസസ് വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമുക്കറിയാമല്ലോ, നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് അത്രയും മണി നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതൊന്നും നഷ്ടമാകാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഒരിക്കലും ഒരു ഏജൻറ്റിന് ഡയറക്റ്റ് ഒരു എമൗണ്ട് പറയുമ്പോൾ അത് ഒറ്റയടിക്ക് നമ്മൾ പൈസ കൊടുക്കാതിരിക്കുക. ഓരോ സ്റ്റേജ് വെച്ചിട്ട് നിങ്ങൾക്ക് ആ എംപ്ലോയർ ജെന്യുവൻ ആണെന്ന് തോന്നിയാൽ മാത്രം എമൗണ്ട് പേ ചെയ്യാന്നുള്ളതാണ്. പിന്നെ അടുത്ത് വരുന്ന മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു ജോബ് ലഭിക്കുന്നിടം വരെ, അതായത് നിങ്ങൾക്ക് ഒരു എംപ്ലോയറിനെ, ജെന്യുവനായിട്ടൊരു എംപ്ലോയറിനെ കിട്ടി ഒരു ജോബ് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങളുടെ ജീവിത പങ്കാളിയോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലീസിനെയോ ന്യൂസിലൻഡിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. കാരണം ഇപ്പം നമുക്കറിയാം, ഈ ഒരു ലാസ്റ്റ് 1 ഇയറിനോടനുബന്ധിച്ച് ന്യൂസിലൻഡ് വിസിറ്റിംഗ് വിസ എടുത്തിട്ട് അവർ വിത്ത് ഫാമിലിയോട് കൂടി അവിടെ പോയി ജോലിയില്ലാതെ കുറേ സ്ട്രഗിൾസ് അനുഭവിച്ച് ഒത്തിരി പേരെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ നേരത്തെ ഇട്ട വീഡിയോസിലും പറയാറുണ്ടായിരുന്നു, ഒരിക്കലും നമ്മൾ ഫാമിലി ആയിട്ട് പോകരുത്. അതുപോലെ തന്നെ കറൻ്റ് നിങ്ങളൊരു ജോബ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് റിസൈൻ ചെയ്തിട്ട് പോകരുത്. പറ്റുകയെന്നുണ്ടെങ്കിൽ ഒരു ലോങ് ലീവ് എടുത്തിട്ട് കോഴ്സ് ചെയ്ത് തിരിച്ചു വരാമെന്നുള്ളത്. അപ്പം ഈ പറഞ്ഞ 3 കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധയിൽ വെക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇതൊരു കുട്ടി വീഡിയോ ആയിരുന്നു. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇനിയും ഞാൻ എൻ്റെ വീഡിയോസിലൂടെ നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്നും ന്യൂസിലൻഡിലോട്ട് വരാനിരിക്കുന്ന കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇത്രയും നാളും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദി. അതുപോലെ തന്നെ ഒരു 2 വീക്സ് കഴിയുമ്പോഴത്തേ നമ്മുടെ ഓണം വരുവാണ്. വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹാവ് എ ഗ്രേറ്റ് ഡേ.